അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡിസംബർ 18 ഇന്ന് ലോക അറബി ഭാഷാ ദിനമാണ്. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഷയാണ് അറബി. തിരുറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ലോകത്ത് കഴിഞ്ഞുപോയ എത്രയോ മഹാരഥന്മാരായ അംബിയ മുസ്ലിങ്ങളുടെ, ഔലിയാക്കളുടെ, സൂഫി വര്യന്മാരുടെ അവരെല്ലാവരും ഉപയോഗിച്ച സൗന്ദര്യമുള്ള ഭാഷകളിൽ ഒന്ന്, അവരെല്ലാം ഉപയോഗിച്ച ഭാഷ വിശുദ്ധ അറബി. ലോകത്തെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച വിശുദ്ധ ഖുർആൻ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണ്. സ്വർഗാവകാശികളുടെ ഭാഷ അറബിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നത് കാണാമല്ലോ, ഞാൻ അറബിയാണ്, അറബി ഭാഷയെ വല്ലാത്ത ഇഷ്ടമാണ് എന്ന്. ലോകത്തെ വ്യത്യസ്തങ്ങളായ സാഹിത്യ രചനകൾ, ലോകത്തെ വിസ്മയിപ്പിച്ച സാഹിത്യ രചനകൾ, കവിതകൾ, ക്ലാസിക് രചനകൾ, പ്രൗഢമായ കിതാബുകൾ എല്ലാം ഭാഷ സമ്പുഷ്ടമായ സൗന്ദര്യമുള്ള അറബി ഭാഷയിൽ രചിക്കപ്പെട്ടവയാണ്. ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച ലോകത്തെ 6 ഭാഷകളിൽ ഒന്നാണ് അറബി. സെമിറ്റിക് ഭാഷയിൽ ഒന്ന്. അറബിയുടെ എഴുത്ത് രീതിയും അറബി ഭാഷയുടെ സാഹിത്യ രീതിയും എല്ലാം മറ്റു ഭാഷകളിൽ നിന്ന് വ്യതിരിക്തമാണ്. ഭാഷാ ശുദ്ധിയും സാഹിത്യ ശുദ്ധിയുമെല്ലാം മറ്റു ഭാഷകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത വിധം അത്യുന്നതകളിൽ വിരാജിക്കുന്ന ഒരു ഭാഷയാണ് അറബി. കാലിഗ്രഫി പരമായി അറബിയിലെ ഓരോ അക്ഷരങ്ങൾ, അതിലെ ഓരോ വാക്കുകൾ മനോഹരമായി എഴുതുന്നത് കണ്ടാൽ തന്നെ ഇത്രയധികം മനോഹരമാണോ അറബി ഭാഷ എന്ന് നാം അത്ഭുതപ്പെട്ടു പോകും. സാഹിത്യപരമായി ഓരോ രചനകൾ പ്രാസമൊപ്പിച്ചുകൊണ്ട് അറബിയിലെ കവിതകൾ, സാഹിത്യ രചനകൾ നടത്തിയാൽ അത് വായിച്ചിരിക്കുമ്പോൾ എത്രമേൽ മനോഹരമാണ് ഈ ഭാഷ എന്ന് നമുക്ക് ബോധ്യപ്പെടും. അറബി ഭാഷയെ കൂടുതൽ പ്രചാരം സിദ്ധിക്കുക, അറബി ഭാഷയിലുള്ള രചനകളെ പ്രോത്സാഹിപ്പിക്കുക, വരും തലമുറകളിലേക്ക് കൂടെ അറബി ഭാഷയുടെ മനോഹരമായ സാഹിത്യ ഭംഗിയും അതിൻ്റെ എഴുത്ത് രീതിയും അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളും എല്ലാം പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിൽ ഒന്നുകൂടെയാണ് അറബി. അറേബ്യൻ രാഷ്ട്രങ്ങളിൽ മാത്രമല്ല, മറ്റ് അനറബി രാഷ്ട്രങ്ങളിലും അറബി കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു വരുന്നു. ധാരാളം രചനകൾ നടക്കുന്നു എന്നതുതന്നെ അറബി ഭാഷയുടെ ഒരു സ്വീകാര്യതയും അതിൻ്റെ മനോഹരമായ ശൈലിയും വിളിച്ചോതുന്നുണ്ട്. അറബി ഭാഷയിൽ ആഴത്തിലുള്ള പഠനം നമുക്ക് എവർക്കും സാധ്യമാകണം. അതിൻ്റെ ചരിത്രപരമായ വസ്തുതകളും അതിലുള്ള രചനകളും, കോടിക്കണക്കിന് രചനകൾ മറ്റ് ഇതര ഭാഷകളെക്കാൾ കൂടുതൽ അറബിയിൽ നടന്നിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തെ വിസ്മയിപ്പിച്ച ഖവാരിസ്മി അടക്കമുള്ള, ഇമാം റാസി തങ്ങളടക്കമുള്ള ധാരാളം ആളുകൾ ചരിത്രത്തിലേക്ക് ശാസ്ത്രത്തിന് വ്യത്യസ്തങ്ങളായ സംഭാവനകൾ നൽകിയതാണ്. ഇബ്നു ഹൈസം അടക്കമുള്ള ആളുകൾ, അവരെല്ലാം അവരുടെ രചനകൾ നിർവഹിച്ചിരിക്കുന്നത് അറബി ഭാഷയിലാണ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഭാഷ അറബിയാണ്. അതിന് വിശദീകരണങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ ശാസ്ത്രപരമായി, മാത്തമാറ്റിക്സ് പരമായി, സാമൂഹ്യപരമായി, സാമൂഹ്യശാസ്ത്രപരമായി, സോഷ്യോളജി പരമായി, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഹിസ്റ്റോറിക്കൽ പരമായൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ, വ്യാഖ്യാനങ്ങൾ എഴുതിയ ആളുകൾ അവരെല്ലാം അവരുടെ രചനകൾ നിർവഹിച്ചിരിക്കുന്നത് അറബി ഭാഷയിലാണ്. അറബി ഭാഷാ ശാസ്ത്രത്തെ പഠിച്ചുകൊണ്ട് ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ ചരിത്രത്തിൽ തന്നെ അനേകം കാണാം. ഇത്രയധികം വ്യത്യസ്തവും വൈവിധ്യവും സാഹിത്യ സമ്പൂർണവും ചരിത്രപരവുമൊക്കെ അവകാശപ്പെടാനുള്ളൊരു ഭാഷ ലോകത്ത് തന്നെ മറ്റൊരു ഭാഷയ്ക്കും ഇല്ല എന്നതാണ് അറബി ഭാഷയുടെ ഏറ്റവും വലിയ മേന്മ. ധാരാളം അറബി ഭാഷയെക്കുറിച്ച് പഠിക്കാൻ, അത് സംസാരിക്കാൻ, അതിൻ്റെ സാഹിത്യ ഭംഗിയെ അടുത്തറിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.